ബീഹാറിൽ എൻ ഡി എയുടെ ഘടകകക്ഷിയായിട്ടുള്ള ചിരാഗ് പാസ്വാന്റെ LJP അവർ കൂടുതൽ ഡിമാൻഡുകളുമായി രംഗത്തെത്തുകയാണ്. നിയമസഭയിൽ വലിയ പ്രാതിനിധ്യമൊന്നുമില്ലാത്ത ചിരാഗ് പാസ്വാന്റെ പാർട്ടിക്ക് ഇത്തവണ ഏറ്റവും കുറഞ്ഞത് 30 നിയോജക മണ്ഡലമെങ്കിലും മത്സരിക്കാൻ സഖ്യത്തിൻ്റെ ഭാഗമായി വേണം എന്ന ആവശ്യവുമായി വരികയാണ്. ഐക്യ ജനതാദൾ ഇത് സമ്മതിച്ചു കൊടുക്കില്ല എന്നത് ഉറപ്പാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിതീഷ് കുമാറിനെ ഏറ്റവും വലിയ ശത്രുവായി പ്രഖ്യാപിച്ച് നിതീഷ് കുമാറിൻ്റെ സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താൻ തലങ്ങും വിലങ്ങും ബീഹാറിൽ ഓടി നടന്ന വ്യക്തിയാണ് ചിരാഗ് പാസ്വാൻ. നരേന്ദ്രമോദി തൻ്റെ സൂപ്പർ സ്റ്റാറാണ് എന്നും അതുകൊണ്ട് തന്നെ മോദി പറഞ്ഞാൽ എല്ലാ രീതിയിലും താൻ അനുസരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒടുവിൽ വീണ്ടും NDAയിലേക്ക് അദ്ദേഹം കടന്നുകൂടിയത്. അതിനിടയിൽ നമുക്കറിയാം LJPയിൽ തർക്കമുണ്ടായി. അധികാര കൈമാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ രീതിയിൽ പ്രശ്നങ്ങളുണ്ടായി. ചിരാഗ് പാസ്വാന്റെ പിതാവിൻ്റെ സഹോദരനായിട്ടുള്ള പശുപതി പാരസാണ് വലിയ രീതിയിൽ വിവാദമുണ്ടാക്കിയത്. അദ്ദേഹം ക്യാബിനറ്റ് മന്ത്രിയായിരുന്നപ്പോൾ LJPയിൽ പിളർപ്പുണ്ടായത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹാജിപ്പൂരിൽ നിന്ന് തന്നെയാണ് ചിരാഗ് പാസ്വാൻ മത്സരിച്ചത്. പകരം ജമുയി മണ്ഡലം മത്സരിക്കാൻ തിരഞ്ഞെടുത്തില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. ഹാജിപ്പൂരിൽ 2019 മത്സരിച്ച് വിജയിച്ചത് പശുപതി പാരസ് ആയിരുന്നു. കൃത്യമായും ചിരാഗ് പറഞ്ഞിരിക്കുന്നത് തൻ്റെ പിതാവിൻ്റെ തട്ടകമാണ് തനിക്ക് ഏറെ ഇഷ്ടമെന്ന രീതിയിലാണ്. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മാറുമ്പോൾ ചിരാഗ് പാസ്വാൻ കുറച്ചുകൂടി ശ്രദ്ധയോടെ നീങ്ങുകയാണ്. തൻ്റെ സ്വന്തം തട്ടകത്തിൽ തന്നെ ശത്രുക്കൾ ഏറെയുണ്ട് എന്ന് മനസ്സിലാക്കി തന്നെയാണ് ചിരാഗ് പാസ്വാന്റെ നീക്കമെങ്കിലും കൃത്യമായി അള്ളുവയ്ക്കാൻ ഐക്യ ജനതാദൾ തയ്യാറായി നിൽക്കുകയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനതാദളിനുണ്ടായ നഷ്ടത്തിൻ്റെ ഏറ്റവും വലിയ കാരണം NDAയിൽ ഭാഗമായിരുന്ന ചിരാഗ് പാസ്വാൻ നടത്തിയ നീക്കങ്ങൾ തന്നെയാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് നിതീഷും സംഘവും. എന്നാൽ BJP കൂടുതലായി ഐക്യ ജനതാദളിനെ ഡിപ്പെൻഡ് ചെയ്യാതെ ചിരാഗിന് കൂടുതൽ സീറ്റുകൾ നൽകണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഇത് മുന്നണി ബന്ധം വഷളാക്കും എന്ന് മാത്രമല്ല BJPയുടെ അജണ്ട വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നതായി ബോധ്യപ്പെടുകയാണ്. ചിരാഗ് പാസ്വാനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായും അധികാരം എന്നത് BJPയുടെ കൂടെ നിന്ന് ഏതെങ്കിലും നേട്ടം നേടിയാൽ മതി, അതല്ലാതെ മറ്റൊരു രീതിയിൽ ചിന്തിക്കുന്നില്ല. എന്നാൽ ഐക്യ ജനതാദൾ അങ്ങനെയല്ല. നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി പദവി അല്ലാതെ മറ്റൊരു കോംപ്രമൈസിനും അവർ തയ്യാറാകില്ല എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത. അത്തരത്തിൽ വരുമ്പോഴാണ് അടിപിടി അതിശക്തമാകുന്നത്. ചിരാഗ് പാസ്വാന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്നത് ചെകുത്താനും കടലിനും ഇടയ്ക്കാണ്.